Hello, welcome back to Heaven of Storyteller. വേദയുടെ മാതാപിതാക്കൾ പോയിട്ടും ഈ നിമിഷം വരെ ദർശ് വേദയുടെ അരികിലേക്ക് പോയില്ല. അതോർത്ത ദേവു, ഏട്ടാ, ഏട്ടനെന്ന ഏട്ടത്തിക്ക് അടുത്തേക്ക് പോ. ദേവുവിന്റെ വാക്കുകൾ കേട്ട ദർശ് കണ്ണുകൾ തുറന്ന് അവളെ നോക്കി. ദേവു ചെല്ല് എന്ന രീതിയിൽ തലയാട്ടിക്കൊണ്ടിരുന്നു. ദർശ് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. എന്നിട്ട് മുകളിലേക്ക് പോകാൻ എഴുന്നേറ്റതും അവനൊന്ന് ഞെട്ടിപ്പോയി. ഒന്നും സംഭവിക്കാത്തതുപോലെ സ്റ്റെപ്പുകൾ ഇറങ്ങി വേദ വരുന്നത് കണ്ടതും അവന്റെ കണ്ണുകളിൽ അത്ഭുതം നിറഞ്ഞു. അവളുടെ മുഖത്ത് പക്ഷെ ഒരു ഭാവവ്യത്യാസങ്ങളും ഇല്ലായിരുന്നു. അവൾ അങ്ങനെ ഇറങ്ങി വന്ന് വേദ ചിരിയോടെ ദേവുനെ നോക്കി. എന്നിട്ട്, വാ കഴിക്കണ്ടേ, എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അത്രയും പറഞ്ഞ് അവൾ കിച്ചണിലേക്ക് പോയി. തിരികെ വരുമ്പോൾ ദേവുവിന് കുടിക്കാനുള്ള ജ്യൂസും ദർശനും ഗ്രീൻ ടീയും ഉണ്ടായിരുന്നു. കാരണം വേദയുടെ കുടുംബത്തിന്റെ വരവ് കാരണം ദർശ് എപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന കാര്യങ്ങളിൽ കോട്ടം തട്ടിയിരുന്നു. അതിനാൽ തന്നെ വേദ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു ചെയ്തു. ആ സമയങ്ങളിലെല്ലാം തന്നെ ദർശിന്റെ കണ്ണുകൾ വേദയിലായിരുന്നു. അവളുടെ മുഖത്ത് വേദനയുടെ ഒരംശം പോലും ഇല്ലായിരുന്നു. അത് അവനിൽ അത്ഭുതമുയർത്തി. അപ്പോഴേക്കും ഭക്ഷണവുമായി മെയ്ഡ് വന്നു. ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴെല്ലാം ദർശിന്റെ കണ്ണുകൾ വേദയിലെത്തി. എന്നാൽ അവൾ ഒരിക്കൽ പോലും അവന്റെ അടുത്തേക്ക് നോക്കിയോ അവനെ ശ്രദ്ധിച്ചതേ ഇല്ല. ദർശന് അവളോട് റെസ്പെക്റ്റ് തോന്നുന്നുണ്ടായിരുന്നു. അവളുടെ മനധൈര്യം അവന്റെ ഉള്ളിൽ അവളോടുള്ള പ്രണയത്തിന്റെ ഉറപ്പ് കൂട്ടുകയായിരുന്നു. എന്നാൽ അവളുടെ കണ്ണുകൾ ആ നിമിഷങ്ങളിലെല്ലാം ദേവുവിലായിരുന്നു. അവൾ കഴിക്കുന്നുണ്ടോ കുടിക്കുന്നുണ്ടോ എന്നത്. ആ കാഴ്ച ദർശിൽ ആദ്യമായി കുശുമ്പ് നിറച്ചു. അതിനു ഫലമായി അവന്റെ കവിളുകൾ വീർത്തു. എന്നാൽ ദർശ അറിഞ്ഞില്ല താൻ വേദന എന്താണ് എന്നറിയുമെന്ന്, ഈ ഒരുവൾക്ക് വേണ്ടി ഹൃദയം പൊട്ടി കരയുമെന്ന്, അതിന് വേദ കാരണമാകുമെന്നും. അങ്ങനെ സമയങ്ങൾ കടന്നുപോയി. രാത്രിയായി. വേദയും ദേവും പുറത്തിരിക്കുകയാണ്. ദേവുവിന്റെ ചിരിയും അവളുടെ കളിയും എല്ലാം തന്നെ അവിടെയുള്ള ഗാർഡ്സും അവളുടെ ചിരിയും കളിയിലും പുഞ്ചിരി തൂകി. എന്നാലും ഗാർഡ്സ് അവരവരുടെ ജോലികൾ കൃത്യനിഷ്ഠയോടെ ചെയ്തുകൊണ്ടിരുന്നു. ദേവ് വന്നതിന് ശേഷം ദർശിലുള്ള മാറ്റങ്ങൾ അവരും ഗാർഡ്സും അറിയുന്നുണ്ടായിരുന്നു. ഒരിക്കലും ചിരിക്കാത്ത അവരുടെ സർ ഇപ്പോൾ പല കാര്യങ്ങളിലും കുറച്ച് സോഫ്റ്റാണ് എന്നവർക്കറിയാം. പക്ഷേ അവൻ്റെ കൂടെയുള്ളവർ അവനോടുള്ള ആത്മാർത്ഥതയിൽ തന്നെ അവർ ഒരു പരിധിക്കപ്പുറം തങ്ങളുടെ ജോലികൾ മറന്നു നിൽക്കാറില്ല. അങ്ങനെ കളികൾക്കും ചിരികൾക്കും അവസാനം അവിടെയുള്ളൊരു ബെഞ്ചിൽ ഇരിക്കുകയാണ് വേദയും ദേവുവും. ആകാശത്ത് നോക്കിയും കാറ്റുകളെ ആസ്വദിച്ചും അങ്ങനെ പുഞ്ചിരിയോടെ ഇരിക്കുന്ന ദേവുവിൻ്റെ കണ്ണുകളിൽ അത്ഭുതമാണ്. കാരണം കാഴ്ചകൾ നോക്കി അതിനെ നോക്കി നോക്കി തിരിഞ്ഞു നോക്കിയ വേദ കാണുന്നത് എന്തോ ആലോചനയോടെ ഇരിക്കുന്ന ദേവുവിനെയാണ്. തന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ദേവുവിനെ കണ്ട് വേദ പുരികമുയർത്തി എന്താണെന്നതുപോലെ ചോദിച്ചു. അതിന് ദേവു, അല്ല, ശരിക്കും ഇങ്ങനെ തന്നെയാണോ, അതോ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഒന്നുമില്ലാത്തതുപോലെ ഇങ്ങനെ? എന്തോരം വേദനകൾ സഹിച്ചിട്ടുണ്ട് ഏട്ടത്തി. അവസാനം കുടുംബം സത്യങ്ങളൊക്കെ അറിഞ്ഞു വരുമ്പോൾ മനസ്സിനൊരു സന്തോഷമെങ്കിലും ഉണ്ടാകില്ലേ? ദേവുവിന്റെ സംശയത്തോടുള്ള ചോദ്യത്തിൽ വേദ ചിരിയോടെ, ദേവു, നമ്മൾ ഒരുപാട് വേദനിക്കും. പക്ഷെ ഒരു സമയങ്ങൾക്ക് ശേഷം നമ്മളുടെ മനസ്സ് ഒരു കല്ലാവുകയാണ്. എങ്കിൽ പിന്നെ അവിടെ എന്ത് വന്നാലും വേദനയുണ്ടാവില്ല, വിഷമമുണ്ടാകില്ല. ആ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ ഞാൻ. എനിക്ക് വേദനകൾ ഉണ്ടായിരുന്നു. എനിക്ക് പക്ഷെ ഒരിക്കലും ഞാൻ ആഗ്രഹിക്കാനോ ഒരിക്കലും ഞാൻ ചിന്തിക്കാനോ ശ്രമിക്കാത്ത ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ എൻ്റെ മരണം കൊണ്ട് മാത്രമേ ആ കാര്യം എൻ്റെ മനസ്സിൽ നിന്ന് പോവുകയുള്ളൂ. ചിലപ്പോൾ പോകാതെയും ഇരിക്കാം. ആ ഒരു ഓർമ്മ മാത്രം മതി എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ. സന്തോഷത്തോടെയല്ല എങ്കിലും എനിക്ക് ജീവിക്കണം, തോൽക്കാതെ. ഇനിയും മറ്റുള്ളവർക്ക് ചവിട്ടി അരയ്ക്കാൻ എൻ്റെ ജീവിതം വിട്ടുകൊടുക്കരുത് എന്നൊരാഗ്രഹമുണ്ട് മനസ്സിൽ. അത് മതി വേദയ്ക്ക്. ചിരിയോടെയാണ് പറയുന്നതെങ്കിൽ പോലും വേദയുടെ കണ്ണുകളിലെ നനവ് അത് ദേവു വ്യക്തമായി കണ്ടു. അത് ദേവയിൽ വേദന നിറച്ചു. എങ്കിലും അതൊന്നും കാര്യമാക്കാതെ വേദ ദേവുവിനെ കെട്ടിപ്പിടിച്ചിട്ട് പിന്നെയും പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. ദേവുവിൻ്റെ ഒപ്പം ചിരിയോടെ അവൾ ഇരിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും വേദയുടെ ഓർമ്മകൾ തൻ്റെ വിവാഹരാത്രിയിലായിരുന്നു. തൻ്റെ ഒരു കാലം മുഴുവൻ
തൻ്റെ ചെറുപ്പകാലം താൻ ആർക്കു വേണ്ടിയാണോ വേണ്ട എന്ന് വെച്ചത്, ആ പ്രണയമായിരുന്നു ജീവിക്കാനുള്ള വേദയുടെ ഏക പിടിവള്ളി എന്ന് തന്നെ പറയാം. എന്നാൽ ആ പ്രണയം തന്നെ വേദയെ അത്രമേൽ തകർത്തിരുന്നു. കഴുത്തിൽ താലി കെട്ടിയവൻ മറ്റൊരാളുടെ ഒപ്പം ബെഡ്റൂം ഷെയർ ചെയ്യുന്നതോ ഏതൊരു പെൺകുട്ടിയെയും പോലെ വേദയ്ക്കും സഹിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല, പൊറുക്കാനും. പക്ഷെ വേദയുടെ ഉള്ളറിയാതെ ടെറസിൽ ഫോൺ വിളിച്ചുകൊണ്ടിരുന്ന ദർശ് അത് മാറ്റാതെ തന്നെ വേദയെ നോക്കിക്കൊണ്ടിരുന്നു. അത്രമേൽ പ്രണയത്തോടെ നോക്കിയിരുന്നു. അവൻ്റെ ഉള്ള് അവളോടുള്ള പ്രണയത്താൽ തുടിക്കുകയായിരുന്നു ആ നിമിഷങ്ങളിൽ. അങ്ങനെ സമയങ്ങൾ കടന്നുപോയി. വൈകിട്ട് ഭക്ഷണമെല്ലാം കഴിഞ്ഞ് വേദ ദേവുവിൻ്റെ റൂമിലായിരുന്നു. ദേവു ഉറങ്ങുന്നതുവരെ അവൾക്കരികിലിരുന്ന് അവളെ പതിയെ തലോടിക്കൊണ്ടേയിരുന്നു. വേദയ്ക്ക് ദേവുവിൻ്റെ കൂടെയുള്ള ഓരോ നിമിഷങ്ങളും അത്രയ്ക്ക് സന്തോഷമുള്ളതായിരുന്നു. ദേവു വേദയുടെ നെഞ്ചിൽ ചേർന്ന് ചിരിയോടെ കിടന്നു. അത്രയും സന്തോഷത്തിലായിരുന്നു ദേവുവും. ഇതേ സമയം വേദയെ റൂമിൽ കാണാത്തതിനാൽ ദർശ് മുഷിച്ചിലൂടെ അവളെ തേടിയിറങ്ങി. ദർശന് ഉറപ്പുണ്ടായിരുന്നു അവൾ ദേവുവിൻ്റെ റൂമിൽ ഉണ്ടാകുമെന്ന്. ദേവുവിനെ അത്രമേൽ കാര്യത്തോടെ നോക്കുന്ന വേദ എങ്കിലും അവൻ്റെ ഒപ്പം സമയം സ്പെൻഡ് ചെയ്യാതെ അല്ലെങ്കിൽ ഒന്ന് കാണാൻ പോലും കിട്ടാതെയുള്ള വേദയുടെ പ്രവൃത്തി ദർശൻ്റെ ഉള്ളിൽ അതേസമയം കുശുമ്പുമുണർത്തുന്നുണ്ടായിരുന്നു. ദർശ് ദേവുവിൻ്റെ റൂമിന് മുന്നിൽ ചെന്നപ്പോൾ അവൻ കണ്ട കാഴ്ച അവൻ്റെ കണ്ണുകൾ അത്ര വിടർന്നു. അവൻ അത്രമേൽ സന്തോഷത്തോടെ അത് നോക്കി നിന്നു. വേദയുടെ നെഞ്ചിൽ ചേർന്ന് കിടക്കുന്ന ദേവുവിൻ്റെ മുഖം അത് ദർശൻ്റെ ഉള്ളിൽ ഒരു കുളിർമയുണ്ടാക്കി. അവളെ ചേർത്ത് കിടക്കുന്ന കണ്ടതും അവൻ അത്രയ്ക്ക് സന്തോഷമുണ്ടായിരുന്നു. ദർശ് ചിരിയോടെ ആ കാഴ്ചയെ നോക്കി നിന്നു. ഇത്ര കാലം മുഴുവൻ ആ സന്തോഷം വേണമെന്ന് അവന് തോന്നി. എത്ര കാലമുണ്ടെങ്കിലും അത്രയും കാലം ഇതിനായി വേദ തനിക്ക് അരികിൽ ഉണ്ടാകണമെന്നും അവന് തോന്നി. അതിനാൽ തന്നെ അതേ പുഞ്ചിരിയോടെ തന്നെയാണ് അവൻ റൂമിലേക്ക് കയറിപ്പോകുന്നത്. പുഞ്ചിരിയും അവൻ്റെ മുഖത്തെ ഭാവങ്ങളുമെല്ലാം തന്നെ അവൻ്റെ ജോലിക്കാരെല്ലാം അത്ഭുതത്തിൽ കാണുകയായിരുന്നു. ചിരിക്കാനോ ഒരാളെ ഒന്ന് സൗമ്യമായി നോക്കാനോ ഒന്നും ശ്രമിക്കാറില്ലായിരുന്ന അവരുടെ സാറിൻ്റെ മുഖത്തിപ്പോൾ ഗൗരവവും മാത്രം നിറഞ്ഞു നിന്ന അവരുടെ ഓണർ അല്ലെങ്കിൽ അവരുടെ സാർ, ആ സാറിൻ്റെ മുഖത്ത് ഇപ്പോൾ പുഞ്ചിരിയും ഈ സന്തോഷവുമൊക്കെ അവരെ സംബന്ധിച്ചോളം അത്ഭുതങ്ങൾ നിറയ്ക്കുന്ന കാര്യം തന്നെയായിരുന്നു. റൂമിൽ ചെന്നിരുന്ന കുറേ സമയങ്ങൾ ദർശു വേദയ്ക്ക് വേണ്ടി കാത്തിരുന്നു. അവൻ തൻ്റെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴും അവൻ്റെ കണ്ണുകൾ എപ്പോഴും വാതിലിന് നേരെ പാഞ്ഞുകൊണ്ടിരുന്നു, വേദയുടെ വരവിന് വേണ്ടി. പിന്നെയും 10 മിനിറ്റ് എടുത്തു വേദ റൂമിലേക്ക് എത്താൻ. റൂമിലെത്തിയ വേദ കാണുന്നത് തന്നെ നോക്കി ചിരിയോടെ ഇരിക്കുന്നവനെയാണ്. അവൻ്റെ ഭാവവും പ്രവൃത്തിയും വേദയിൽ ഒരു മാറ്റവും ഉണ്ടാക്കിയില്ല. പകരം അവന് മുന്നിൽ ചെന്നിട്ട് ചോദിച്ചു, ദേവച്ചൻ്റെ ചിതാഭസ്മം എന്തെങ്കിലും പിന്നെ മാഡത്തിൻ്റെ അല്ല അമ്മയുടെ കാര്യത്തിൽ? വേദ പെട്ടെന്ന് മാഡം എന്ന് മാറ്റിയിട്ട് അമ്മ എന്ന് പറഞ്ഞത് കേട്ടതും ദർശൻ്റെ കണ്ണുകൾ വിടർന്നു. അവൻ അതേ സന്തോഷത്തോടെ, അച്ഛൻ്റെ ഓഫീസിനടുത്ത് നിന്നും ഒരു സ്കെൽട്ടൺ കിട്ടിയിട്ടുണ്ട്, ഒപ്പം അത് അമ്മയുടേതാണ് എന്ന് തെളിഞ്ഞിട്ടുമുണ്ട്. അവസാനം പറഞ്ഞു നിർത്തിയപ്പോൾ അവൻ്റെ കണ്ണുകളിൽ നിറഞ്ഞ വേദന മനസ്സിലായ വേദ പതിയെ അവൻ അരികിൽ വന്നിരുന്നു. എന്നിട്ട് തോളിൽ കൈവച്ചിട്ട് സാരമില്ല എന്നതുപോലെ. അവളുടെ ആ ഒറ്റ പ്രവൃത്തിയിൽ ദർശൻ്റെ കണ്ണുകളിലെ വേദന ഇല്ലാതെയായി. പെട്ടെന്ന് വേദ, നമുക്ക് ദേവച്ചൻ്റെയും അമ്മയുടെയും മരണാന്തര ചടങ്ങുകൾ ചെയ്യണ്ടേ? ചെയ്യണം. എന്താണ് പ്ലാൻ? വേദയുടെ ചോദ്യം കേട്ട ദർശ ആലോചനയോടെ, വാരണാസി, അവിടെ പോകണം. അമ്മയുടെ ആഗ്രഹമായിരുന്നു അവിടെ പോകണമെന്ന്. പക്ഷേ എന്തുകൊണ്ടും അമ്മയ്ക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴിതാണ് നല്ലത്. അമ്മയുടെ ആഗ്രഹം നടത്തുന്നതുമായിരിക്കും അച്ഛൻ്റെയും ഇഷ്ടം. അവൻ്റെ വാക്കുകളിൽ ചെറിയ ചിരി നൽകിക്കൊണ്ട് വേദ എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് പോകാൻ തുടങ്ങി. പെട്ടെന്ന് അവൻ, വേദ. ആ. അവൾ തിരിഞ്ഞു നോക്കി. ദർശു പതിയെ, നന്ദി. എന്തിന്? എൻ്റെ ദേവുവിനെ തിരിച്ചു തന്നതിന്, അവളെ അമ്മയെപ്പോൾ കെയർ ചെയ്യുന്നതിന്. അതിന് നന്ദിയൊന്നും വേണ്ട. ഇതെൻ്റെ ആഗ്രഹമാണ്. എൻ്റെ അനിയനെ ഒന്ന് അടുത്തു പോകാനോ അവനെ ഒന്ന് സ്നേഹിക്കാനോ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എൻ്റെ അമ്മയ്ക്ക് എന്നെ പേടിയായിരുന്നു. സ്വന്തം ഭർത്താവിനെയും മകനെയും ഞാൻ വരുതിയിലാക്കുമെന്നും അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള സ്നേഹമൊന്നും കിട്ടിയിട്ടുമില്ല.
പക്ഷെ ഇപ്പോൾ ദേവു, അവളെനിക്ക് ആരൊക്കെയാണ്, എന്തൊക്കെയോയാണ്. അതിന് ഞാനാണ് നന്ദി പറയേണ്ടത്. അത്രയും പറഞ്ഞ് വേദ ബാൽക്കണിയിലേക്ക് പോകുമ്പോൾ ദർശന്റെ കണ്ണുകൾ അവളുടെ പുറകെ പാഞ്ഞു. അവന്റെ ഉള്ളിൽ ഓരോ നിമിഷവും അവളോടുള്ള പ്രണയത്തിന്റെ ആഴം കൂടുകയായിരുന്നു. അവളിൽ നിന്ന് പിരിയാൻ പറ്റാത്തതുപോലെ. അപ്പം ദർശന്റെ ഉള്ളിൽ നിറഞ്ഞ പ്രണയം അതിന്റെ ആഴങ്ങളിലോട്ട് കടക്കുമ്പോൾ നമുക്കിനി വാരണാസിയിൽ കാണാം. പിന്നെ എല്ലാവരോടും നമ്മളുടെ സൈക്കോ ലവ് എൻ്റെ മനസ്സിലെ കഥയനുസരിച്ച് മാക്സിമം ഒരു 3 4 പാർട്ട് കാണാം. ഞാൻ ചിലപ്പോൾ അത് പ്രസൻറ്റ് ചെയ്യുന്ന രീതി അനുസരിച്ച് പാർട്ടുകൾ കൂടുമെങ്കിലും എൻ്റെ അറിവിൽ അതിന് കുറച്ചുകൂടെ ഉള്ളൂ. ഹാപ്പി എൻഡിങ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. പിന്നെ സോറി കേട്ടോ, നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, കാത്തിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് ഡെയിലി സ്റ്റോറി അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. സംടൈംസ് നമ്മൾ കുഞ്ഞുറങ്ങുമ്പോൾ തന്നെ ആൾ നല്ല ടൈമാവും. പിന്നെ നമ്മുടെ മൈൻഡൊക്കെ സെറ്റായി നമ്മൾ കഥ എഴുതാൻ ഒന്ന് റീഫ്രഷ് ആവണം. അപ്പം സമയം 1 മണി 2 മണിയൊക്കെ ആവും. ചില സമയം ഞാൻ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടായിരിക്കും എഴുതുന്നത്. ചില ദിവസങ്ങളിൽ രാവിലെ ഇരുന്ന് എഴുതി വൈകിട്ട് പോസ്റ്റ് ചെയ്യാൻ നോക്കും. പക്ഷെ നമ്മളിപ്പം മാരേജ് ചെയ്ത് ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. അപ്പം നമുക്ക് നമ്മളുടെ വീട്ടിലുള്ളതുപോലെ പറ്റില്ല. കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. നമുക്കറിയാലോ, നമ്മൾ കല്യാണം കഴിച്ചവരൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് അപ്പം നിങ്ങൾ കമൻറ്റ് ഇടണം കേട്ടോ. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ കമൻറ്റുകൾ കാണുമ്പോഴാണ് എനിക്കിങ്ങനെ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഒരു 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 ഇമോജി ആണെങ്കിൽ പോലും അതെന്നെ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട്. അപ്പോൾ കൂടെ നിന്നവർക്കും പുതിയതായി വന്നവർക്കും വായിച്ചു പോകുന്നവർക്കും എല്ലാവർക്കും നന്ദിയുണ്ട്. ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ താങ്ക് യു ഓൾ.